കൊട്ടിയൂരിലെ ഒട്ടുമിക്ക ചടങ്ങുകളും നക്ഷത്രനാൾ വഴിക്കണക്കിലാണ്. എന്നാൽ തിഥിക്കണക്കിലും ചില പ്രധാന ചടങ്ങുകൾ ഉണ്ട്. സപ്തമിക്ക് നടക്കുന്ന ഇളനീർവെപ്പ്, അഷ്ടമി ആരാധന, ഇളനീരാട്ടം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. സമുദായത്തിൽപ്പെട്ട എരുവട്ടി ആയിരത്തിത്തണ്ടയാനാണ് ഇളനീർവെപ്പിൻ്റെ ജന്മസ്ഥാനികൻ. ഇദ്ദേഹത്തെ കൂടാതെ മുടക്കത്തണ്ടയാന്മാരായി മേക്കിലേരി, കുറ്റ്യാടി, മുടിശ്ശേരി എന്നിവർ കൂടിയുണ്ട്. അടിയന്തരക്കാരനായ എരുവട്ടിത്തണ്ടയാനും സംഘവും ഒഴിച്ചുള്ള മറ്റ് മുടക്കത്തണ്ടയന്മാരും ഇളനീക്കാരും ഇവിടെ പ്രാർത്ഥനക്കാരാണ്. ഏതൊരു അനുഷ്ഠാനത്തിന് പിന്നിലും കഠിനമായ വ്രതനിഷ്ഠകൾ ഉണ്ട്. ഇവയാണ് അനുഷ്ഠാനത്തെ അതിൻ്റെ തീവ്രതയോടെ പൂർത്തീകരിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുന്നത്. മനസ്സും ശരീരവും ഒരുപോലെ സമർപ്പിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തീകരിക്കാനാണ് അവയ്ക്കു പിന്നിൽ ഇത്തരം കഠിന വ്രതചര്യകൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. സപ്തമി നാളിൽ പതിവിലും നേരത്തെ അത്താഴപൂജയും ശീവേലിയും ശ്രീഭൂതബലിയും കഴിച്ച് ഇളനീർവെപ്പിൻ്റെ രാശി വിളിക്കും. കാര്യത്ത് കൈക്കോളൻ തിരുവൻചിറയിൽ അമ്മാറക്കലിനും ആൽത്തറക്കും നടുക്കായി കിഴക്ക് ഭാഗത്ത് 4 വാഴപ്പോള ചതുരാകൃതിയിൽ നിരത്തി അതിൽ 3 മരവാഴയില വിരിക്കുന്നു. ഇതാണ് തട്ടും പോളയും വെക്കൽ. ഇതിൽ വിളക്കൻ സ്ഥാനികൻ നൽകുന്ന കത്തിച്ച തിരി കൈക്കോളൻ വെക്കുന്നതോടെ ഇളനീർവെപ്പിന് തുടക്കമായി. അപ്പോഴേക്കും ചീനിയുടെയും കുഴലിൻ്റെയും അകമ്പടിയോടെ വീരഭദ്രനും തൃക്കൈക്കുട സ്ഥാനികനും കിഴക്കേ നടയിൽ തിരുവൻചിറയിൽ ഇറങ്ങാതെ കൽപ്പടവിൽ നിലയുറപ്പിക്കും. ദേഹം മുഴുവൻ നല്ലെണ്ണ തേച്ച് വാവരയിൽ മുങ്ങി ഇളനീർക്കാവുമായി കിഴക്കേ പാലക്കീഴിൽ നിലയുറപ്പിച്ച ഇളനീർക്കാർ ഓംകാരം മുഴക്കി തിരുവൻചിറയിൽ പ്രവേശിക്കുന്നു. തട്ടും പോളയും 3 തവണ വലം വെച്ച് ഇവർ ഇളനീർ സമർപ്പിച്ച് മണിത്തറ നോക്കി തൊഴുത് വീരഭദ്രനെ വണങ്ങി അനുഗ്രഹം വാങ്ങി പുറവണ്ണാരം പെരുക്കി മന്തഞ്ചേരിക്ക് മടങ്ങുന്നു. ഇത്തരത്തിൽ 144 കഞ്ഞിപ്പുരകളിൽ നിന്നുള്ള മുഴുവൻ ഇളനീക്കാവുകളും പെരുമാൾക്ക് സമർപ്പിക്കുമ്പോഴേക്കും തേടൻ വാര്യർ അടിയന്തര യോഗാധ്യക്ഷന്റെ അനുവാദത്തോടെ സ്ഥാനചിഹ്നങ്ങളുമായി ഇക്കരെ വന്ന് എരുവട്ടിത്തണ്ടയാനെ തേടുന്നു. തേടിക്കഴിഞ്ഞാൽ എരുവട്ടിത്തണ്ടയാനും മറ്റു തണ്ടയാന്മാരും കൂടി വാവലിയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ മുഖമണ്ഡപത്തിൽ എത്തുമ്പോഴേക്കും വീരഭദ്രനും സംഘവും അവിടെ എത്തിച്ചേരും. മുടക്കത്തണ്ടയാന്മാർ തങ്ങളുടെ ഇളനീർക്കാവുകളും എരുവട്ടിത്തണ്ടയാൻ എണ്ണയും ഇളനീരും മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നതോടെ ഈ ആണ്ടത്തെ ഇളനീർവെപ്പ് പൂർണ്ണമായി. അതോടെ വീരഭദ്രനും കോലം അഴിക്കും. ഇതിനുശേഷം ഈ വർഷം ഒറ്റ ഇളനീരും സന്നിധാനത്ത് എത്തുകയില്ല. ഇളനീർവെപ്പ് കഴിഞ്ഞാൽ എല്ലാ ഇളനീർക്കാരും കഞ്ഞിപ്പുരയിലേക്ക് മടങ്ങും. മൂപ്പൻ അവിടെ പയങ്കുറ്റി വെച്ച് എല്ലാവരും അതിൻ്റെ പ്രസാദം വാങ്ങി അനുഭവിക്കുന്നതോടെ ഇളനീക്കാരുടെ ഈ ആണ്ടത്തെ വ്രതം പൂർത്തിയായി. പിറ്റേന്നാണ് ഇളനീരാട്ടം.